ഇന്ന് മഹാശിവരാത്രിയാണ് അല്ലേ? സോ നമ്മൾ അന്യമതസ്ഥരെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോടൊന്നും തോന്നരുത് കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത്. അതുകൊണ്ട് കേൾക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ഇതെല്ലാം ഒരു പൊതുവായിട്ടുള്ള ഒരു ഡിവോഷനെ പറ്റിയാണ് ഞാൻ പറയാൻ വരുന്നത്. ഒരു കഥയാണ് കേട്ടോ. ഭഗവാനോട് അല്ലെങ്കിൽ ഇവിടെ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ശിവജി എന്ന് തന്നെ പറയാം. നിങ്ങൾ നിങ്ങളുടെ കോൺസെപ്റ്റിലുള്ള ഈശ്വരനോ ജീസസ്നോ അല്ലെങ്കിൽ അള്ളാന്നോ ഒക്കെ വിചാരിച്ചോളൂ. കാരണം ഇതൊരു കഥയല്ലേ. അപ്പോൾ ആ കഥയുടെ ഉള്ളിലുള്ള ക്രക്സിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ദിവസം ഒരു സ്പിരിച്വൽ ഡേ ആയതുകൊണ്ട് ഇന്ന് ആ ഒരു ഡേ കണക്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശിവരാത്രിയുടെ ഒരു 2 ദിവസം നോർത്ത് ഇന്ത്യയിലൊക്കെ അധികവും ശിവഭക്തർ കൂടുതലാണ്. അപ്പോൾ നമുക്ക് 2 ഭക്തരുടെ പേര് നമ്മൾ തന്നെ ഇടാം, നാരായണനും നരേന്ദ്രനും. അവർ ഭയങ്കര എന്താ പറയുക, കോമ്പറ്റീഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അയൽവക്കക്കാരാണ്, അവർ ഒന്നിച്ച് പഠിച്ചവരാണ്, ഒരേ രീതിയിൽ പാസ്സായവരാണ്, IIT എന്നൊക്കെ പഠിച്ച് പാസ്സായവരാണ്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ശമ്പളവും പദവിയും ഒക്കെ ഓരോരോ കോർപ്പറേറ്റ്സിലുണ്ട്. അപ്പോൾ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ജലസിയാണ്. ഇയാൾ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ അതിലും നല്ല വീട്ടിൽ പോയി കഴിക്കണമെന്ന് നാരായണന്. അപ്പോൾ ഞാനെന്നാ വളരെ പണക്കാരിയായിട്ടുള്ള പെണ്ണിനെ കഴിക്കുമെന്ന് അങ്ങനെ 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 അവരെല്ലാത്തിലും ഭയങ്കര പോട്ടിയായി. അപ്പോൾ അവർക്കെന്നാൽ നല്ല സൗന്ദര്യമുള്ള ഭാര്യമാരെയും കിട്ടി, നല്ല വിദ്യാഭ്യാസമുള്ള ഭാര്യമാരെ കിട്ടി. എല്ലാത്തിലും ഏകദേശം ഈക്വലായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ റേഞ്ച് റോവർ വാങ്ങിക്കുമ്പോൾ അടുത്താൾ ടെസ്ല മേടിക്കും. അങ്ങനത്തെ ഒരു കോമ്പറ്റീഷനാട്ടോ. അപ്പോൾ കഥയാണ്. അപ്പോൾ ഇവർ ഒരു ദിവസം ഇനി എങ്ങനെ ഇവനെ തോപ്പിക്കും, ശരി ഇനി അടുത്തത് സ്പിരിച്വൽ പാതയിൽ അങ്ങ് പോയി കളയാം, നാളെ ശിവരാത്രി അല്ലേ, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ പോയിരുന്ന് ശിവജീനെ പ്രീതിപ്പെടുത്താൻ പോവാണ്. കാരണം പെട്ടെന്ന് പ്രീതിപ്പെടുന്ന ദൈവമാണ് അത്ര ശിവൻ. അപ്പോൾ ഇങ്ങനെ ചെന്നിരുന്നിട്ട് ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ ഇങ്ങനെ ഉരുവിടാൻ തുടങ്ങും. അടുത്തുള്ളൊരു ശിവാലയത്തിൽ ചെന്നിട്ട് നാരായണൻ. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഈ നരേന്ദ്രനും വിചാരിക്കുകയാണ്, കണ്ട ഈവിൾ മൈൻഡ് തിങ്ക് എലൈക്ക് എന്ന് പറഞ്ഞ പോലെ രണ്ടുപേരും ഒരേ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശിവജി ആകെ മുകളിലിരുന്ന് കാണുക കേട്ടോ. അപ്പോൾ കൈലാസത്തിലിരുന്ന് കാണുകയാണ്. അപ്പോൾ പാർവതി പറയേ, അയ്യോ ഇതെന്താണ്, നിങ്ങളൊന്ന് പോയത് നിർത്തുതോ, ഡിവോട്ടീസ് എല്ലാം ചുറ്റും കൂടി ഫ്ലവേഴ്സൊക്കെ ഓഫർ ചെയ്യാൻ തുടങ്ങി. ഇപ്പം അടുത്ത ശിവാലയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇവർക്ക് മന്ത്രപണിയുന്നതിന് മുമ്പ് നിങ്ങൾ ചെല്ലും എന്ന് പറയും. കാരണം നിങ്ങൾ അനങ്ങളില്ല, ഇരുന്ന് ആ ഒരു 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 തീ ഉണ്ടല്ലോ അതിനകത്ത്, ഇവനെ തോപ്പിക്കണം എന്നുള്ള തീയിലാണ് രണ്ടുപേരും ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവജി അങ്ങനെയാണ്, വന്നങ്ങ് ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് കേൾക്കുവേ, അന്ന് ഇങ്ങനെ ഞങ്ങൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചോദിക്കും, എന്താ നിനക്ക് വേണ്ടത് നാരായണൻ ചോദിക്കുമ്പോൾ നാരായണൻ കണ്ണുറക്കും, ശിവനാണോ? അപ്പോൾ ശിവൻ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ കൈലാസത്തിൽ പുറപ്പെടുമ്പോൾ പാർവതിയോട് പറയണേ, ഞാൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എൻ്റെ ഈ 2 ബൂണും നിങ്ങൾ വേസ്റ്റ് ആകും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വരിക കേട്ടോ. കാരണം അവരുടെ ജീവിത രീതി അങ്ങനെയാണല്ലോ, പരസ്പരം മല്ലടിക്കാനാണല്ലോ അവർ എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശിവജി വരുമ്പോൾ ഇവരോട് നാരായണനടുത്ത് ആദ്യം ചോദിക്കും, എന്താണ് നിനക്ക് വേണ്ടത്? അപ്പം നാരായണൻ പറയും, പെട്ടെന്ന് അയ്യോ മറ്റവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നരേന്ദ്രൻ, അവൻ എന്തായിരിക്കും ചോദിക്കാൻ പോണേ, എൻ്റെ അടുത്താണല്ലോ ആദ്യം വന്നത്, അവിടെ പോയായിരുന്നോ എന്ന് ചോദിക്കും ശിവജിയോട്. അപ്പോൾ ശിവജി പറയും, ഇല്ല ഞാൻ പോയിട്ടില്ല, ഇനിയാ പോകാൻ പോണേന്ന് പറയും. എന്നാൽ ഒരു കാര്യം ചെയ്യും, അവിടുത്തെ ആദ്യം കൊടുത്തോളൂ, കൊടുത്തിട്ട് എന്ത് കൊടുക്കുന്നോ അതിൻ്റെ ഡബിൾ എനിക്ക് തരണം എന്ന് പറയും. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശിവജി അപ്പുറത്ത് പോകും. അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ചോദിക്കും, ഹലോ നരേന്ദ്രൻ എന്താണ് വേണ്ടത്, പറ, എനിക്ക് വേറെ കുറേ ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ, അപ്പുറത്തിരിക്കുന്ന നാരായണൻ എന്താ ശിവജി ചോദിച്ചേ, അവന് ഞാൻ ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല, നിനക്ക് കൊടുക്കണതിൻ്റെ ഡബിൾ വേണം കൊടുക്കാൻ, അവൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. തഥാസ്തു ആണ്, എപ്പോഴും എന്ത് ചോദിക്കുന്നു അത് തരും. ശിവൻ അങ്ങനെയാണ് പറയണത്. ശിവനോട് ബൂൺ ചോദിച്ചാലുള്ള കാര്യമാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇയാളുടെ വക്രബുദ്ധി ഇങ്ങനെ പോട്ടാ, ഒരു കാര്യം ചെയ്യേ, എൻ്റെ ഒരു കണ്ണങ്ങെടുത്തോ, ഹാഫ് ബ്ലൈൻഡ് ആക്കിക്കോ എന്നെ, അങ്ങനെ പറഞ്ഞോളിയും. ഓ തഥാസ്തു. പിന്നെ ഒന്നും ചോദ്യം മനസ്സിലൊന്നുമില്ല, അങ്ങ് കൊടുത്തിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇയാൾ പകുതി കണ്ണ് പോയി, അടിച്ചു പോയി. അപ്പോൾ തന്നെ അപ്പുറത്തിരിക്കുന്നവൻ്റെ 2 കണ്ണ് പോയി. എന്താ ഉണ്ടായേ? ആ ഒരു സമയം നല്ലതിന് വേണ്ടി വിനിയോഗിക്കാതെ, ഞാൻ നല്ലത് ഇപ്പോൾ കുറേ ചോദിച്ചു കഴിഞ്ഞാൽ 10 നിലയുള്ള മാളിക എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് 20 നിലയുള്ള മാളിക കിട്ടിയേക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ദോഷം വിചാരിച്ചു. എനിക്ക് ദോഷം വന്നാലും സാരമില്ല, അടുത്തവന് അതിൻ്റെ ഡബിൾ ദോഷം എന്ന് ചിന്തിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ ചുറ്റിനും എന്നാണ് കഥ പറയുന്നത്. അപ്പോൾ ഈ കാലത്ത്
നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയട്ടെ. അടുത്തവൻ്റെ വീട്ടിലെ പൂവ് മഞ്ഞയോ പച്ചയോ ചുമപ്പോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലുള്ള ഒരു പനിനീർ പുഷ്പം പിങ്ക് കളറിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് ആസ്വദിക്കൂന്നേ. അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ ഇപ്പം ഇറങ്ങുന്നുണ്ട്, വയലറ്റും ഇറങ്ങും, പല പല കളറും ഇറങ്ങും. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് എന്തുണ്ടായോ ഞാനത് പറിച്ച് ആസ്വദിക്കും എന്ന് തീരുമാനിച്ചുകൂടെ? ഞാൻ ആ പൂ പറിച്ച് എൻ്റെ ശിവജിക്ക് അല്ലെങ്കിൽ എൻ്റെ ഗുരുവായൂരപ്പന് കൊടുക്കുമെന്ന് തീരുമാനിച്ചുകൂടെ? അടുത്തിൻ്റെ വീട്ടിലിരിക്കുന്ന പൂ അവരുടെ വീട്ടിലിരുന്നോട്ടെ. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇതൊരു ചെറിയ തോട്ട് പ്രോസസ്സായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്പിരിച്വൽ ഡേ ആയതുകൊണ്ട് ഇതിനകത്തൊരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും കണ്ടൻറ്റഡ് ആയിട്ട് നമ്മളുടെ കയ്യിലേക്ക് നോക്കുക. നമുക്കുള്ളത് മാത്രം, നമ്മളുടേത് മാത്രം മതി നമുക്ക്. വേറെ ഒരാൾ എങ്ങനെ ജീവിക്കുന്നുവോ അവർ ജീവിക്കുന്ന പോലെ എനിക്കും ജീവിക്കണം, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്ക് നന്നായി ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് നന്നായി ജീവിക്കാനായിട്ട് ഞാൻ എന്തൊക്കെ പ്രവൃത്തികൾ ഞാൻ വ്യത്യാസം വരുത്തണം, അങ്ങനെ ആയിരിക്കണം. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ എന്താ പറയുക വീഴ്ചയിൽ നോക്കിയിട്ട് സന്തോഷിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമ്മൾ അസൂയപ്പെടരുത്. ഇതൊക്കെ പണ്ടേ ഉള്ള പറച്ചിലാണ്. പക്ഷേ നമ്മൾ ഒരു 10-15 മിനിറ്റോ നിങ്ങൾ എൻ്റെ ഇത് കേൾക്കുമ്പോൾ, ഈ കഥയൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്കും ഒരു സുഖമുണ്ട്. ഞാനും പഠിക്കുകയല്ലേ, ഞാനും ഒരു പൂർണ്ണ മനുഷ്യനൊന്നും അല്ലല്ലോ, ആരും പൂർണ്ണതയിലെത്തിയവരല്ലല്ലോ. അപ്പം നമ്മൾ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കണം അല്ലേ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ എൻ്റെ വസ്ത്രധാരണ രീതികളെ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് നല്ല കമൻസ് കിട്ടുന്നുണ്ട്. ഞാനതിൽ വളരെ 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 സന്തോഷിക്കുന്നു. ഞാൻ ആ കമൻസ് ഇടുന്നവരെ എല്ലാവരുടെയും ഞാൻ വായിക്കാറുണ്ട്. അതിൽ ഞാൻ മറുപടിയും താങ്ക് യുവും പറയുന്നുണ്ട്. യൂണിവേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. എന്തിനാണെന്ന് പറയട്ടെ, ഞാനിത് പണ്ട് ഒരു ചെറിയ മലയാളം ബുക്ക്, ജീവിതത്തിലേക്ക് ഉള്ള വഴികാട്ടി എന്തോ ഒരു ചെറിയ ഇങ്ങനെ ബുക്സ് വിൽക്കില്ലേ ഈ ബസ്സസിലൊക്കെ പോയിട്ട്, നോക്കൂ നിങ്ങൾക്ക് സച്ചിന്തകൾ വളർത്താനായിട്ട് 10 ഐഡിയാസ്, ഞാൻ അതെല്ലാം വാങ്ങിക്കുമായിരുന്നു. എനിക്ക് അപ്പം പെരുമ്പാവൂർ ബസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇവിടെ എത്തുമ്പോഴേക്കും വായിച്ചു തീരും, എറണാകുളത്ത് നിന്ന് കോളേജിൽ നിന്ന് വരുമ്പോഴേ. അപ്പോൾ എനിക്കിന്നും ഓർമ്മയുണ്ട്, സീന ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ബസ്സിലാണ് ഞാൻ കയറാറ് വൈകുന്നേരങ്ങളിൽ. ചില ദിവസങ്ങളിൽ ഞാൻ പുന്നൂർന്നിയിൽ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലാണ് പോവാറ്. അല്ലാത്ത ദിവസമൊക്കെ വലിയ ആഴ്ചകളിൽ ഞാൻ മിക്കവാറും ഈ ബസ്സിൽ വരും. അപ്പോൾ ഞാനിങ്ങനെ കയറി ഇരുന്നിട്ട് ഇത് വായിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ബസ് സ്റ്റാൻഡിൽ ഈ ബസ് നിർത്തിയിടുന്നിടത്ത് ഈ ആളുകൾ ചിലർ കണ്ണ് കാണാൻ വയ്യാത്തവരുമൊക്കെയാണ് കയറി വന്നത് വിൽക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അങ്ങനത്തെ പല പല ചിന്തകൾ, പാചക കുറിപ്പുകൾ, ഇതെല്ലാം മേടിച്ചുകൊണ്ട് വരും. 10 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ അത് അവിടം വരെ വനിത കിട്ടുന്ന സമയങ്ങളിൽ വനിത അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടം വരെ വായിക്കും. അല്ലെങ്കിൽ വിമൻസുറ, സ്റ്റാർ ഡസ്റ്റ്, അങ്ങനെ കിട്ടുന്നത് എന്തെങ്കിലും ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ടാവും. ആ ഒരു 1.5 മണിക്കൂർ ജേർണി ഞാൻ അതിലായിരിക്കും, അതിന് തന്നെയായിരിക്കും എൻ്റെ ശ്രദ്ധ. അതിൽ ഞാനപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ് കേട്ടോ. അതിൽ ജപ്പാൻകാരുടെ ഫിനാൻഷ്യൽ ചിന്തകൾ എന്ന് പറഞ്ഞോ, ജപ്പാൻകാരുടെ ധനചിന്തകൾ എന്നോ അങ്ങനെ എന്തോ ആണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ധനം, അതായത് ധനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അമേരിക്കൻസിൻ്റെ ഓപ്പോസിറ്റാണ് അത്ര അവർ. അമേരിക്കക്കാർക്കാണെങ്കിൽ വലുതാണ്, എല്ലാം വലുത്, വലിയ വീട്, വലിയ കാറ്, അങ്ങനെയാണ് അവരെ, എല്ലാം വലുതായിരിക്കും. അവർ ട്രക്ക് എന്നാണ് പറയുക അവർ ഓടിക്കുന്ന വണ്ടികൾക്ക്. നമ്മൾ ഈ ട്രക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോറിയൊന്നും അല്ല കേട്ടോ, ഈ ക്യാമ്പിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന ട്രക്സൊക്കെ ഉണ്ട് ഇവിടെ, വലിയ വണ്ടികളുടെയൊക്കെ ലെക്സസ് അങ്ങനെയൊക്കെ ഭയങ്കര കോടികൾ വിലയൊക്കെ വരും നമ്മുടെ ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെങ്കിൽ. അങ്ങനത്തെ കാറൊക്കെയാണ് അവർക്കിഷ്ടം. അല്ലെങ്കിൽ ബെൻസിൻ്റെ അങ്ങനത്തെ വലുത്. അവരെപ്പോഴും അങ്ങനെ ടഫാണ് ഭയങ്കര, അവർ സൈസിലും വലിയ ആൾക്കാരല്ലേ. അപ്പോൾ അത് എനിക്കിപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ KFC കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് കൂടിയിട്ട് മേടിച്ചപ്പോൾ നമ്മൾ ലാർജ് എന്നും പറഞ്ഞ് മേടിച്ചു. എൻ്റെ ദൈവമേ, ലാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇവിടെ നിന്ന് ഇവിടത്തോളം ഉണ്ട്, എൻ്റെ ഈ കഴുത്തിൻ്റെ ഇവിടത്തോളം ഉണ്ട് ആ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു, ഇപ്പോൾ KFC കഴിക്കുന്നവർക്ക് അറിയാമല്ലോ ലാർജ്, നമ്മൾ ഇന്ത്യൻസിൻ്റെ ഒരു ലാർജ് അല്ല. അപ്പോൾ ഞാനത് എൻ്റെ അമേരിക്കൻ ഫ്രണ്ടിനോട് പറഞ്ഞു, വാട്ട് ഈസ് ദിസ്? We Americans are all like that. You should not buy one large burger. You will not be able to complete it. You 4 Indians have to share one large burger. എന്ന് പറഞ്ഞാൽ 4 ഇന്ത്യൻസ് കൂടിയിട്ട് വേണം നിങ്ങൾ ഞങ്ങളുടെ അമേരിക്കയിൽ വന്ന് ഒരു ബർഗർ വാങ്ങിച്ചാൽ കഴിക്കാൻ. അത്ര വലുത് തരും ഒരു ഇത്ര ഉള്ളത്. സോ അവർ ഹ്യൂജ് ആൾക്കാരാണ്, അവരുടെ വിശപ്പിൻ്റെ ഇതും അങ്ങനെയായിരിക്കും, കുടലിൻ്റെ നീളമൊക്കെ അങ്ങനെയായിരിക്കും. നമ്മൾ അതുപോലെ അല്ലല്ലോ. അപ്പം നമ്മൾ പലതിലും എമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട്
നമ്മളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് നമ്മൾ അവരെ കണ്ടിട്ട് എമുലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഏറ്റവും വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇൻഡിവിജ്വൽസ് വെൽത്തിയസ്റ്റ് ആയിട്ടുള്ളത് അമേരിക്കയിലല്ല, ജപ്പാനിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെയല്ല, അവരിവരുടെ ഓപ്പോസിറ്റാണ് അത്ര കേട്ടോ. അവരുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര, ഇവർ നല്ലോണം പണിയെടുത്തുകൊണ്ടിരിക്കും എപ്പോഴും ഈ ജപ്പാൻകാരെ. അതാണ് അവർക്ക് അത്രയും വെൽത്ത് ഉണ്ട്, അവർക്ക് അത്രയും വെൽത്ത്. അവരുടെ വെൽത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സാധാരണ കാറായിരിക്കും ഉപയോഗിക്കുന്നത്. അമേരിക്കൻസിൻ്റെ പോലെ വലിയ സ്പ്രോളിങ് ബംഗ്ലാവും ആയിരിക്കില്ല. പക്ഷേ അവർ ചെറിയ വീടാണെങ്കിലും അവരുടെ കയ്യിൽ ഭദ്രമായിരിക്കും അവരുടെ ഫിനാൻസസ്. കാരണം അവർ 5 വയസ്സ് മുതലേ അവരുടെ സ്കൂളുകളിൽ ഫിനാൻസ് പഠിപ്പിക്കും, അത്ര മണി മാനേജ്മെൻറ്റ് പഠിപ്പിക്കും. അമേരിക്കൻസ് അങ്ങനെയല്ല. നമ്മൾ ഈ അമേരിക്കക്കാരെ കണ്ടിട്ടാണ് അധികവും ഇങ്ങനെ ഇത് ചെയ്യാൻ നോക്കുന്നത്, അല്ലെ, സ്പെൻഡ് ചെയ്യാൻ നോക്കുന്നത്. ജനറേഷണൽ വെൽത്ത് ഒന്നും അവർക്ക് അമേരിക്കൻസിനൊന്നും ഉണ്ടാവില്ല. കാരണം അവർ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ കുട്ടികൾ 18 വയസ്സാകുമ്പോഴേക്കും പോയി. അവിടെ മക്കളെ 18 വയസ്സ് വരെ ഒരു എമൗണ്ട് അങ്ങ് കൊടുക്കുകയാണ് ഫോർ സ്പെൻഡിങ്. ജപ്പാൻകാർ അങ്ങനെയല്ല, 3 ജാറ് കൊടുക്കും അത്ര. എന്നിട്ട് പറയും, ദിസ് ഇസ് ദ എമൗണ്ട് വിച്ച് ഐ എം ഗിവിങ് യു. 1 is for your needs, 1 is for your investing, 1 is for your saving and you have to invest that money also. 1 is contingency fund. അങ്ങനെ 3 എണ്ണം കൊടുക്കുന്നു 5 വയസ്സ് മുതൽ. അവരെ എന്നിട്ട് ഗൈഡ് ചെയ്യുമായിരിക്കും. അത് വായിച്ച ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ദ വേ വി ഓൾ ഷുഡ് ട്രൈ ടു ഡു ടു അവർ ചിൽഡ്രൻ. എൻ്റെ മോൾക്ക് 15 വയസ്സിൽ തുടങ്ങാൻ പറ്റുമായിരുന്നു ഈ എന്താ പറയുക ബാങ്ക് അക്കൗണ്ട്. അപ്പം ഞാൻ തുടങ്ങാൻ ചെന്ന് നോക്കിയപ്പോൾ പിന്നെ അതിൽ കുറേ പിന്നെ മാറ്റണം അങ്ങനെയൊക്കെ. 18 വയസ്സിലാണെങ്കിൽ ഷീ ക്യാൻ ഓപ്പറേറ്റ് എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എൻ്റെ ആങ്ങളെ കൊണ്ട്, അവൻ്റെ കൈ നല്ലതാണെന്ന് പറയേ, അപ്പോൾ അവനെ കൊണ്ട് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങിപ്പിച്ചു 15 ഇയേഴ്സ് ഉള്ളപ്പോൾ. അതിൽ അവൾക്ക് കൊടുക്കുന്ന പൈസയിൽ ഞാൻ പറയാൻ തുടങ്ങി, ഒരു RD തുടങ്ങും, കുറച്ച് 100 രൂപയൊക്കെ ആയിട്ട്. പക്ഷേ എന്ത് കൊടുക്കുന്നുവോ അതിൽ നിന്നും ഒരു ഭാഗം അവളെ മാറ്റി വയ്ക്കാൻ ഞാൻ ശീലിപ്പിക്കുന്നുണ്ട്. അന്ന് അവൾ അത്രയധികം ഇതാകുന്നില്ലെങ്കിലും ഇപ്പം ഈ 20-25 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഷീ ഈസ് നൗ ഡൂയിങ് ഇറ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളത് കൊടുക്കണം. നമ്മൾ ഇപ്പോൾ ഞാൻ അവൾക്ക് ഒരു 5000 രൂപ കൊടുക്കണമെങ്കിൽ അതിൻ്റെ 10% 500 രൂപ അപ്പം തന്നെ ആ RDയിലേക്ക് പോകുന്നത് പോലെ. അത് 500 എന്തുണ്ട് ചേച്ചിന്ന് ആ ചോദ്യം ചോദിക്കാൻ പാടില്ല. അതായിരുന്നു ഇന്നത്തെ എൻ്റെ റീലും. നമ്മൾ 500നും നമുക്ക് കിട്ടും. നമുക്ക് 500 കൊണ്ട് ജീവിക്കാനും പറ്റും. പ്രസാദ ബുദ്ധിയോടുകൂടി നമ്മൾ എന്ത് കിട്ടിയാലും വാങ്ങിക്കണം. ഓ, ശമ്പളം കുറവാ, ഇത്രയേ ഉള്ളൂ, ആയിക്കോട്ടെ, കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾക്കൊരു ജോലിയുണ്ട്, ശമ്പളമുണ്ട്, പ്രസാദ ബുദ്ധി. അതാണ് ഭഗവത്ഗീത പറയുന്നത്. ഐ തിങ്ക് ബൈബിളും ഖുറാനും ഒക്കെ ഇതേ പ്രിൻസിപ്പിൾസ് ആയിരിക്കും പറയുന്നത്. തരുന്നത് നമ്മൾ ഇങ്ങനെ കൈനീട്ടി വാങ്ങിക്കുക, അല്ലേ? അല്ലാതെ അയ്യോ ഇത്രയേ ഉള്ളൂ, ഇതുകൊണ്ട് എന്ത് കിട്ടാൻ, അങ്ങനെ ഒരിക്കലും പറയരുത്. അതൊരു എനർജിയാണ്. നിങ്ങൾക്ക് ആ പൈസ വന്ന് വീഴുമ്പോഴുള്ള ഒരു സംതൃപ്തി നിങ്ങൾ കാണിക്കുന്നില്ലെങ്കിലുണ്ടല്ലോ, അത് കയ്യിൽ നിന്ന് പോകും. പലരുടെയും അനുഭവം ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുക. ഞങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ട്, ഐ ഹാവ് സഫിഷ്യൻറ്റ്, നമുക്ക് നല്ലപോലെ കഴിയാനുള്ളതുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡും, അങ്ങനെയായിരിക്കണം. കിട്ടുന്നത് നമ്മൾ നല്ല സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നതെന്ന് പറയണം. ഓരോ ബിൽസ് പേ ചെയ്യുമ്പോഴും താങ്ക് യു പറയണം. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചേ പറ്റുള്ളൂ. ഇന്നത്തെ സ്പിരിച്വൽ ഡേയിൽ നിങ്ങളിത് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു വെക്കൂ. ഞാൻ മാർച്ച് 1-ാം തീയതി മുതൽ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ കൂടുന്നോ? 30 ദിവസത്തെ ചാലഞ്ചാണ് കേട്ടോ. മാർച്ച് 1 ചേരുന്നവർ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യൂ. മാർച്ച് 1 മുതൽ നോ സ്പെൻഡ് മന്താണ് എനിക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെൻഡ് ചെയ്യണമെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ മേടിച്ച് വെച്ചോളൂ. ഞാൻ നോ സ്പെൻഡ് മന്താണ് ഞാൻ വിചാരിച്ചത്. അതായത് ഐ വിൽ നോട്ട് ബൈ ഫ്രം ഔട്ട്സൈഡ്, ഐ വിൽ നോട്ട് സ്പെൻഡ് എനി മണി ഓൺ എനിത്തിങ്. അതുകൊണ്ട് ഞാൻ നാളെ പോയിട്ട് പെഡിക്യൂർ ചെയ്യും. നാളെ എനിക്ക് മേടിക്കേണ്ട സാധനങ്ങൾ, അതായത് 28-ാം തീയതിക്കുള്ളിൽ ഞാൻ വാങ്ങിക്കും. ഇതെല്ലാം ഞാൻ വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ മാർച്ച് മൊത്തം, അതെന്തിനാണെന്ന് വെച്ചാൽ ആ ചാലഞ്ച് ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാൻ ഇഷ്ടമുണ്ടെങ്കിൽ കൂടിക്കോളൂ. ഞാൻ എല്ലാ ദിവസവും പറയാം, ഞാൻ ഇന്നൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല, ഞാൻ ഇന്നൊന്നും വാങ്ങിച്ചിട്ടില്ല, അത് ഞാൻ പറയുന്നതായിരിക്കും. 30 ദിവസമെങ്കിലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കൂടുന്നോ എൻ്റെ കൂടെ? കൂടുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. കാരണം 30 days നോ സ്പെൻഡ് ചാലഞ്ച് നമുക്കൊന്ന് എടുത്തു നോക്കാം. ആരെങ്കിലുമൊക്കെ ഒന്ന് ലീഡ് ചെയ്താൽ മാത്രമല്ലേ അങ്ങനെ പറ്റുള്ളൂ. കാരണം നമ്മുടെ പ്രായത്തിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്തിനാണെന്നേ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ എമർജൻസി ആയിട്ട് കുട്ടികൾക്ക് അസുഖമോ മരുന്ന് മേടിക്കേണ്ടിയൊക്കെ വന്നാൽ അതൊക്കെ ചെയ്യുക കേട്ടോ. അങ്ങനെയല്ല, അല്ലാത്ത നോ സ്പെൻസ്, ഒരു എക്സ്ട്രാ വേക്കൻസീസും പാടില്ല. മാർച്ചാണ്, ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആണ്. സോ ലെറ്റ് us ഡു ദിസ്. നമ്മളെല്ലാവരും വിചാരിച്ചാൽ കുറച്ചെങ്കിലും ഒരു പണം നമ്മുടെ കയ്യിലുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ട്.
ആരെങ്കിലും വാങ്ങി, ഇപ്പോൾ ഒരു പിള്ളേർക്ക് എന്തെങ്കിലും ഒരു നൂഡിൽസ് വാങ്ങിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ ഹസ്ബൻഡ് കയ്യിൽ പൈസ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇടിയപ്പം ഉണ്ടാക്കി കൊടുക്കൂ. അപ്പോൾ ആ പൈസ നിങ്ങൾ ഒരു 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 ചെപ്പിനകത്ത് ഇട്ട് വെച്ചോളൂ. അപ്പോൾ അത് നോ സ്പെൻഡ് ആയില്ലേ. ഒന്ന് നോക്കൂ, ട്രൈ ചെയ്യൂ. നമ്മൾ ട്രൈ ചെയ്താൽ പറ്റാത്തത് ഒന്നുമില്ല. എന്തായാലും നമുക്ക് സാധിക്കും. കാരണം ഈ ഫിനാൻസസ് എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, വളരെ വളരെ സ്ത്രീകളും കൂടെ നന്നായി ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് വീട്ടിൽ ഐശ്വര്യവും പണവും വന്ന് കുവിഞ്ഞുകൂടുള്ളൂ. ഇന്നലെ ഒരു റീലിട്ടത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇട്ടുണ്ടായിരുന്നില്ലേ, സിസ്റ്റർ ഇൻ ലോസിനെ പറ്റിയിട്ട്. നോക്കൂ, എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് നോൺ ഇൻ്റർഫിയറൻസ് ആണെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ആർക്കും അത് തോന്നിയിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും ചെയ്തു കൊടുക്കുന്നതിലോ ഒന്നും അവർ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. പക്ഷേ ചില ആളുകൾ പറയുന്നുണ്ട്, അതെന്തിനാ, നിങ്ങളുടെ ബ്രദറിൻ്റെ പണമല്ലേ, അത് അയാൾ ചെയ്യുന്നതിന് അവരെന്തിനാ. നോ, എൻ്റെ ബ്രദറിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അവൻ്റെ കുഞ്ഞ്, അവൻ്റെ ഭാര്യ. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു സേവിങ് സിസ്റ്റം, കുട്ടീനെ വളർത്തണം, കുഞ്ഞിന് വേണ്ടിയിട്ട് സേവ് ചെയ്യണം ഇതുണ്ടാവും. അതേപോലെ എനിക്ക് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മകളുമാണ് എൻ്റെ ഫാമിലി. അപ്പോൾ അരവിന്ദിൻ്റെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുന്നതിൽ എൻ്റെ ഒരു എന്താ പറയുക, ഒരു നോൺ ഇൻ്റർഫിയറൻസ് ആവശ്യമാണ്. അപ്പം ഞാൻ ചെയ്യാത്തടത്തോളം കാലം, അതായത് എന്ത് കൊടുത്താലും എനിക്ക് കുഴപ്പമില്ലാത്തടത്തോളം കാലം അരവിന്ദ് ഫ്രീ ആകും അല്ലേ. അപ്പോൾ സിസ്റ്റർ ഇൻ ലോസ് എന്ന് പറയുന്ന കൂട്ടർ, ഇവിടെ ഞാനാണെങ്കിൽ അവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ അനുജൻ്റെ ഭാര്യ, രണ്ടുപേരും ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്ന സപ്പോർട്ടില്ലേ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ ഇൻ ലോയ്ക്കൊക്കെ അവിടെ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും പണം എൻ്റെ ബ്രദറിന് ആവശ്യം വന്ന് ഉടനെ ഗോൾഡ് എടുത്ത് കൊടുക്കും, ഗോൾഡ് പണയം വെക്കാനായിട്ട്. ഞാനും അങ്ങനെ തന്നെയാണ്, എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ്. നമുക്കിതിപ്പോൾ പണയം വെച്ചിട്ട് നമുക്ക് കാര്യം ചെയ്യാം. ഞാൻ ഈ കുഞ്ഞു മാലയൊക്കെ ഇട്ട് നടക്കുന്നുണ്ട് പണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, ഞാൻ ഇപ്പോൾ അതിനകത്തൊരു ഇഷ്ടം തോന്നി തുടങ്ങിയതാണ് മിനിമലിസത്തിൻ്റെ ഭാഗമായിട്ട്. ഇടും വല്ലപ്പോഴൊക്കെ, വലിയ കല്യാണങ്ങൾക്കൊക്കെ എൻ്റെ കയ്യിലുണ്ടല്ലോ വലിയ, അതൊക്കെ ഇട്ടിട്ട് ഞാൻ നടക്കുക. എനിക്കിഷ്ടം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. മിനിമലിസം എന്ന് പറയുന്നത് ഒരു സുഖമാണ്. എത്രത്തോളം മിനിമലായിട്ട് നമ്മുടെ ഇത് ആർഭാടങ്ങളൊക്കെ ഷോക്കേസ് ചെയ്യാതിരിക്കും തോറും നമുക്ക് അത്രയും നന്മ നമ്മളിൽ റിഫ്ലക്റ്റ് ആകും അല്ലേ, കുറേ പേര് ഇവിടെ പറയുന്ന പോലെ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവരുടേതായ എന്തെങ്കിലും ഒരു ആർഭാടം വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വീടുകളിലേക്ക് നടത്തി കൊടുക്കുന്നത്. അതെന്തുകൊണ്ട് ആർക്കും മനസ്സിലാകുന്നില്ല. ഈ സിസ്റ്റേഴ്സ് ഇൻ ലോ എന്ന് പറയുന്നവർ, ദേ ആർ ഗ്രേറ്റ് ഇൻഡീഡ്. നിങ്ങളുടെ അച്ഛനും അമ്മയെയൊക്കെ നോക്കുന്ന ആങ്ങളമാരാണെങ്കിൽ എൻ്റെ ആങ്ങളെ നന്നായി നോക്കും, എൻ്റെ ഹസ്ബൻഡ് നന്നായി നോക്കും. അപ്പോൾ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഞങ്ങൾ വൈഫ്സ്, സ്പൗസസ് ഓൾസോ ഡിസേർവ്സ് റെസ്പെക്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതിൽ കയറി കണക്കിടുന്നതല്ല ഞാൻ പറഞ്ഞത്. കൊടുത്തോട്ടെ, കൊടുക്കുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കില്ലേ, ചിലപ്പോൾ കൊടുക്കൂ എന്നാണ് പറയുക. ഞാനെപ്പോഴും അങ്ങനെയാണ് പറയാം. അയ്യോ, അമ്മയുടെ 80ാം പിറന്നാളാണ്, നമുക്കിത് ചെയ്യണം. അരവിന്ദിൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ അമ്മയ്ക്ക് സാരി അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. വലിയ വലിയ എമൗണ്ട്സ് ഒന്നും അവിടെ ഞാൻ പറഞ്ഞല്ലോ അതിന് മുമ്പേ. പക്ഷേ സ്ത്രീകൾ നന്നായി ശ്രദ്ധിക്കണം. എപ്പോഴും എന്താ ഒരുപാട് ആഡംബര വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുക, മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കുക, അതിലൊന്നും ഒരു കാര്യമില്ല. എല്ലാം വേണം നമുക്ക്. നമ്മൾ നല്ല പ്രസൻറ്റബിൾ ആയിരിക്കണം, നല്ല വസ്ത്രങ്ങൾ, ക്ലോത്ത്സ് നമ്മൾ വാങ്ങിക്കണം അല്ലേ. പക്ഷേ ഈ ജാപ്പനീസിൻ്റെ രീതിയിൽ വേണം നമ്മൾ വാങ്ങിക്കാൻ. എന്ന് പറഞ്ഞാൽ ചീപ്പായിട്ടുള്ള നമ്മൾ ക്ലോത്ത്സ് വാങ്ങിക്കരുതെന്നാണ് പറയുക. അതെന്തിനാണ് അവർ പറയണതെന്ന് വെച്ചാൽ, ഈ അമേരിക്കൻസ് അങ്ങനെയല്ല, പക്ഷെ കുറേ മേടിച്ചു കൂട്ടുമെന്ന്. ഈ ജപ്പാൻകാർ എന്ത് പറയുന്നത് വെച്ചാൽ, ഇപ്പം $150 ഒരു തുണി വാങ്ങിക്കുകയാണെങ്കിൽ അത് 5 കൊല്ലം യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ $30 തുണി വാങ്ങിച്ചാൽ 3 മാസം കൂടെ പറ്റില്ല എന്ന്. അവരുടെ ബുക്ക് വായിച്ചതുകൊണ്ടാണ് ഡോളറിൽ കണക്ക് പറയുന്നത്. നമുക്ക് നമ്മുടെ എമൗണ്ട് ആക്കി പറയാം. 15,000 രൂപയുടെ അല്ല 15, അത് ഇച്ചിരി കൂടുതലാണ്, 7,500 രൂപയുടെ ഒരു സാരി വാങ്ങിക്കുകയാണെങ്കിൽ അത് വർഷങ്ങളോളം എക്സാമ്പിൾ ഉപയോഗിക്കാം. ഇത് എൻ്റെ മോക്ക് 15 വയസ്സുള്ളപ്പോൾ മേടിച്ചാൽ 10 വർഷമായി. അപ്പോൾ 1 ഡിക്കേഡാണ്. ഇതിൽ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇതൊക്കെ വരും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് മെൻറ്റ് ചെയ്തൊക്കെ വെക്കാം. അത്ര ഭംഗിയുള്ള സാരിയല്ലേ. അപ്പോൾ ഒന്നും നശിപ്പിച്ച് കളയരുത്. കുറേ വർഷം ഉഴയ്ക്കും. എന്ന് പറഞ്ഞാൽ തമിഴ് വേർഡാണ് കേട്ടോ. ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ ലോങ്ങർ. അതുകൊണ്ട് യു ഷുഡ് ബൈ ക്വാളിറ്റി തിങ്സ് റാദർ ദാൻ ക്വാണ്ടിറ്റി. ഇതും അവരുടെ ഒരു ടെക്നിക്കാണ്. 1-2 ടെക്നിക്സൊക്കെ എല്ലാ ദിവസവും പഠിച്ചാൽ മതി. എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു പോകും. സോ ടേക്ക് അവേ എന്തായിരുന്നു, ടേൺ സ്പിരിച്വൽ അബൌട്ട് മണി. എന്താ പറയണേ, പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ പ്രസാദ ബുദ്ധിയോടുകൂടി റിസീവ് ചെയ്യുക, പ്രസാദ ബുദ്ധിയോടുകൂടി ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി കൊടുക്കുക. അതിന് ഒരു ലിമിറ്റ് വെക്കുക. ഓക്കെ,
ഇതാണ് എൻ്റെ ടേക്ക് അവേ. ജോയിൻ വിത്ത് മീ ഫ്രം March 1 ഓൺവേർഡ്സ്. അന്ന് ഞാൻ പറയും ഇന്ന് മുതലാണ് എൻ്റെ ചാലഞ്ച് തുടങ്ങുന്നതെന്ന്. ഇത് കേൾക്കുന്നവർക്ക് അപ്പോൾ ഇന്ന് ഈ 2 ദിവസം കൊണ്ട് ചാലഞ്ചിന് വേണ്ടിയിട്ട് റെഡി ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. സ്പെൻഡൊക്കെ 2 ദിവസത്തിനുള്ളിൽ ചെയ്തിട്ട് നമുക്ക് മാർച്ച് മുഴുവനും സ്പെൻഡ് ചെയ്യാതിരിക്കാം. ഓക്കെ, ജോയിൻ മീ ഇൻ ദാറ്റ്. ഇനി നാളെ വരാം കേട്ടോ. ഇതെന്താ ചില സമയത്ത് ഇത് വർക്കാവില്ല.